ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. ഏതൊക്കെ ക്ലാസുകൾ ഉണ്ട് എന്നറിയാൻ ചാനലിന്റെ ഹോം പേജിൽ രണ്ടാമതായി മെമ്പേഴ്സ് ഒൺലി വീഡിയോ പരിശോധിക്കുക. ഈ ആരോൾ ക്ലിക്ക് ചെയ്താൽ മുഴുവൻ വീഡിയോയുടെ ലിസ്റ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ വീഡിയോ ഹൈക്കോർട്ട് അറ്റൻഡന്റ് എക്സാമിനുള്ള ട്യൂട്ടോറിയൽ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ഈ വീഡിയോയിൽ GK ക്വസ്റ്റ്യൻസും കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മാത്സ് വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുശേഷം GK പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡ് ആണ്? ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡ് ആണ്? അപ്പോൾ 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25, 34, 52, 79 ഡാഷ്. ഇതൊരു സംഖ്യാ ശ്രേണിയാണ്. നെക്സ്റ്റ് സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യം സംഖ്യകൾ പരിശോധിക്കുക. 25, 34, 52, 79 ഇതിന് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കുക. അപ്പോൾ 25, 34 ഇതിന് ആദ്യം തന്നെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൂടി നോക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആകും ഇതിന്റെ പാറ്റേൺ എന്താണെന്നുള്ളത്. അതായത് 25 + 9 ആണ് 34. ശേഷം നെക്സ്റ്റ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. 34ഉം 52. അപ്പോൾ 34 + 18 ആണ് 52. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. 9 ആണ് ആദ്യം ആഡ് ചെയ്തത്, അതിനുശേഷം 18 ആണ്. അപ്പോൾ ക്ലിയർ ആകും ഇത് 9ന്റെ ഗുണിതങ്ങൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം 25 + 9 34, 34 + 18 52, 52 + 27 ആണ് 79. അപ്പോൾ ആഡ് ചെയ്തു വരുന്ന സംഖ്യ 9, 18, 27. നെക്സ്റ്റ് 36 ആയിരിക്കും. അപ്പോൾ 79ന്റെ കൂടെ 36 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടുന്ന സംഖ്യ 115 ആണ്. അപ്പോൾ നെക്സ്റ്റ് സംഖ്യ 115 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: √4.41 = ഡാഷ്. തന്നിരിക്കുന്ന ഓപ്ഷൻ 2.21, 2.41, 2.01, 2.1. ഇവിടെ 441 എന്നുള്ളത് 21ന്റെ സ്ക്വയർ ആണ്. 21 × 21 ആണ് 441. അപ്പോൾ രണ്ട് സ്ഥാനം മാറ്റിയാണ് ഇവിടെ പോയിന്റ് ഇട്ടിരിക്കുന്നത് റൂട്ടിൽ. അതുകൊണ്ട് തന്നെ 2.1 × 2.1 ആണ് 4.41. അതായത് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ 2.1 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2/40 ഇതിന്റെ പകുതി എത്രയാണ്? 2/40ന്റെ പകുതി എത്രയാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. മുകളിൽ കൊടുത്തിരിക്കുന്ന സംഖ്യ -1 ആയിരിക്കും അതിന്റെ പകുതി. ഇത് നമ്മുടെ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 2/40ന്റെ പകുതി എത്രയായിരിക്കും? 2/39 ആയിരിക്കും. അതായത് 40 - 1 39. അതായിരിക്കും അതിന്റെ പകുതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ തന്നെ അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 360, 120, 30 6 ഡാഷ്. നെക്സ്റ്റ് സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 360, 120, 30 6 ഈ രീതിയിൽ വന്നാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. ഇവിടെ 360ഉം 120ഉം തമ്മിലുള്ള ബന്ധം 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 120 കിട്ടുന്നത്. ഇനി 120നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് സംഖ്യ കിട്ടുകയുള്ളൂ. അത് നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതായത് 30 × 4 ആണ് 120. ഇനി നെക്സ്റ്റ് 30ഉം 6ഉം തമ്മിലുള്ള ബന്ധം 6 5 ആണ് 30. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് 3 4 5 ഈ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ 6 ആയി. 6 ÷ 6 1 ആണ് നെക്സ്റ്റ് നമ്പർ. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം 0 കൂടി ചേർന്നതിനെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് 0 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്നാൽ 0 × 1 × 2 × 3 ആദ്യത്തെ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 9 വരെ. ഏത് സംഖ്യയുടെ കൂടെയും 0 മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഗുണിച്ചാൽ 0 തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ 0 ആണ്. അപ്പോൾ അഖണ്ഡ സംഖ്യകൾ എന്നാൽ 0 കൂടി ചേർന്നതാണ് എന്ന് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യ എന്നതിനെ HOEJB എന്നെഴുതാം എങ്കിൽ പ്ലേസ് എന്നതിനെ എങ്ങനെ എഴുതും? അപ്പോൾ ഇന്ത്യ എന്നെഴുതുക, HOEJB എന്നും നേരെ എഴുതുക. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക.
ഐയും എച്ചും തമ്മിലുള്ള റിലേഷൻ എച്ച് കഴിഞ്ഞിട്ടാണ് ഐ. എന്നാൽ ബാക്കി എല്ലാ ലെറ്റേഴ്സും എൻ കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് ഒ, ഡി കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് ഇ, ഐ കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് ജെ, എ കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് ബി. അപ്പോൾ ഇതിന്റെ പാറ്റേൺ ആദ്യത്തെ വേർഡിൽ ആദ്യത്തെ ലെറ്റർ എച്ച് കഴിഞ്ഞാണ് ഐ, ബാക്കിയെല്ലാ ലെറ്ററും തിരിച്ചാണ്. അതുപോലെ തന്നെ പ്ലേസിനും ചെയ്യുക. പ്ലേസ് എങ്ങനെ എഴുതും? ആദ്യം ഒ കഴിഞ്ഞിട്ടാണ് പി, ബാക്കിയെല്ലാം സെയിം രീതിയിലാണ്. അതായത് എൽ കഴിഞ്ഞിട്ട് എം ആണ് വരേണ്ടത്, എ കഴിഞ്ഞ് ബി, സി കഴിഞ്ഞ് ഡി, ഇ കഴിഞ്ഞ് എഫ്. അങ്ങനെയാണെങ്കിൽ ആൻസർ OMBDF ആണ്. ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് 0.65 തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? 0.65 തുല്യമായത്. അപ്പോൾ 0.65 എന്നത് 100ൽ 65 ആണ്. ഇതിനെ വീണ്ടും ചെറുതാക്കുക. അതായത് 13 × 5 ആണ് 65, 20 × 5 ആണ് 100. ഈ രീതിയിൽ അതിനെ വീണ്ടും ചെറുതാക്കുക. അതിനുശേഷം 5 വെട്ടിക്കളയുക. അപ്പോൾ ഇതിന്റെ ആൻസർ 13/20 ആണ്. അപ്പോൾ 0.65 തുല്യമായ ഭിന്നസംഖ്യ 13/20 ആണ്. സെയിം പാറ്റേണിൽ 1.25 തുല്യമായ ഭിന്നസംഖ്യ ഏതായിരിക്കും? 1.25 എന്നാൽ 100ൽ 125 ആണ്. ഒരു സംഖ്യയുടെ ദശാംശ സ്ഥാനം 2 ആണെങ്കിൽ അത് 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 25/100 എന്നത് 5/4 ആണ്. അതായത് 25 5 125, 25 4 100. അപ്പോൾ 5/4 ആണ് 1.25 തുല്യമായ ഭിന്നസംഖ്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് 1/3 പ്ലസ് 2/3 ഈസിക്കൽ ടു ഡാഷ്. 1/3 പ്ലസ് 2/3 ഈസിക്കൽ ടു ഡാഷ്. അപ്പോൾ 1/3 എന്നത് 1 × 1 × 1 ആണ്. അതായത് 1 തന്നെയാണ്. 2/3 എന്നാൽ 2 × 2 × 2 ആണ്. 2ന്റെ ക്യൂബ് എന്നത് 8 ആണ്. ഇനി ഇത് ആഡ് ചെയ്താൽ മാത്രം മതി. അതായത് 1 + 8 9 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 3, 11, 19, 27 ഡാഷ്. ഇത് വീണ്ടും ഒരു സംഖ്യാ ശ്രേണി ക്വസ്റ്റ്യൻ ആണ്. 3, 11, 19, 27. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ നോക്കുക. 3ഉം 11 തമ്മിലുള്ള റിലേഷൻ +8 ആണ്. 8ഉം 3ഉം ആണ് 11. വീണ്ടും 8 ആഡ് ചെയ്താലാണ് നെക്സ്റ്റ് സംഖ്യ വരുന്നത്. അതായത് 11 + 8 ആണ് 19. 19 + 8 ആണ് 27. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സംഖ്യ 27 + 8 ആയിരിക്കും. അതായത് 35 ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് കുറച്ച് GK ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? അപ്പോൾ ഇതിന്റെ ആൻസർ നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്താണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യജോലിക്ക് തുല്യവേതനം എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? D. ഉദയകുമാർ ആണ്. ഇദ്ദേഹം 2010 ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഏതാണ്? കൊൽക്കത്ത മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഇന്ത്യൻ ഭരണഘടനയാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ഇനി നെക്സ്റ്റ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്നാണ്? കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1956. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ 2020 നടന്ന ഇന്റർനാഷണൽ ജുഡീഷ്യൽ കോൺഫറൻസിന് വേദിയായ സ്ഥലം ഏതാണ്? സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ 2020 അതായത് കഴിഞ്ഞ വർഷം നടന്ന ഇന്റർനാഷണൽ ജുഡീഷ്യൽ കോൺഫറൻസിന് വേദിയായ സ്ഥലം ന്യൂഡൽഹിയാണ്. അപ്പോൾ കോടതി നിയമങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഹൈക്കോർട്ട് എക്സാമിന് പ്രത്യേകം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അപ്പോൾ
സയൻസുമായി റിലേറ്റ് ചെയ്ത 3-4 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മാൻഡമസ് റിട്ട്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണയാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് ആചരിക്കുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആചരിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ജയപ്രകാശ് നാരായണന്റേതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? അമേരിക്ക. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതുപോലുള്ള ഇന്റർനാഷണൽ അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പ്രത്യേകം പഠിക്കണം. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ ആണ്. പ്രാചീന കേരളത്തിൽ വിവിധ തിണകൾ നിലനിന്നിരുന്നു. പർവ്വത പ്രദേശം ഉൾപ്പെട്ട തിണയുടെ പേര് എന്താണ്? പ്രാചീന കേരളത്തിൽ വിവിധ തിണകൾ നിലനിന്നിരുന്നു. പർവ്വത പ്രദേശം ഉൾപ്പെട്ട തിണയുടെ പേര് കുറിഞ്ചി എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹേഗിലാണ്. ഹേഗ് നെതർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗിലാണ്. ഈ സ്ഥലങ്ങൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2020 ONV പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. ബീറ്റ കരോട്ടിൻ ശരീരത്തിലെ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? അപ്പോൾ ബീറ്റ കരോട്ടിൻ ശരീരത്തിലെ കരളിൽ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിരകൾ. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ കുറിച്ച് നമ്മൾ മുൻപ് പ്രത്യേകം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ്. ക്വസ്റ്റ്യൻ നോക്കി വേണം ആൻസർ ചെയ്യാൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. പേശികളെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. BCG വാക്സിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? BCG വാക്സിൻ ബന്ധപ്പെട്ടത് ക്ഷയരോഗവുമായിട്ടാണ്. അപ്പോൾ BCG വാക്സിൻ എടുക്കുന്നത് ക്ഷയരോഗത്തിനാണ്. ത്രിപുരയുടെ തലസ്ഥാനം ഏതാണ്? ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്
എന്ന് പറഞ്ഞത് ആരാണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ വ്യക്തി സഹോദരൻ അയ്യപ്പനാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കശുവണ്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊല്ലമെന്നോ കണ്ണൂരെന്നോ എഴുതാൻ പാടില്ല. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ്. INC പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? INC അഥവാ ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഇത് 1929 അപ്പോൾ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് INC പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ്? അതൊരു മലയാളിയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ആണ്. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തിലോത്തമ എന്നത് എള്ളിന്റെ ഇനമാണ്. തിലോത്തമ എന്നത് ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ള്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോ അംഗീകാരം നേടിയ കേരളീയ കലാരൂപങ്ങളാണ് കൂടിയാട്ടം, കഥകളി മുതലായവ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.